ഹായ് സ്റ്റുഡൻസ്, ഇതിലൂടെ ഞാൻ പറയുന്നത് ഒരു അസറ്റ് വിൽക്കുമ്പോൾ അതായത് വിൽക്കുന്ന സമയത്ത് നമുക്ക് ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ ഉണ്ടാകാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ ഓർ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അഥവാ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വിൽക്കുന്ന സമയത്ത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബുക്ക് വാല്യൂവും സെല്ലിംഗ് പ്രൈസും കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ, ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് ബുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിതൊന്ന് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. സൺറൈസ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ഫോർ ₹5,50,000 ആൻഡ് സ്പെൻഡ് 50,000 ഓൺ ഇറ്റ്സ് റിപ്പയർ. സൺറൈസ് ലിമിറ്റഡ് 5,50,000 ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിയിട്ട് 50,000 അതിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ടോട്ടൽ വരുന്നത് ഈ 5,50,000 50,000 കൂടി 6 lakhs ആവും ആ മെഷീനറിയുടെ കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 10% പെർ ആനം അക്കോർഡിംഗ് ടു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തത്? 10% ആയിട്ടാണ്. പെർ ആനം 10% സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. ദ മെഷീൻ ഈസ് സോൾഡ് ഫോർ 4,40,000. ആ മെഷീൻ വിറ്റത് 4,40,000-നാണ്. അക്കൗണ്ടിങ് ഇയർ ഈസ് ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് എടുക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ. ഏതാ ഫിനാൻഷ്യൽ ഇയർ? 1 April to 31 March. April 1 മുതൽ 31 March വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. കാൽക്കുലേറ്റ് ഗെയിൻ ഓർ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീൻ. ഓൺ സെയിൽ ഓഫ് മെഷീൻ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റ് കേസസ്. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഒരു മെഷീനറി വാങ്ങി അത് വിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിലെന്തെങ്കിലും ഗെയിനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4 ഓൾട്ടർനേറ്റീവ് തന്നിട്ടുണ്ട്. അതായത് ഓരോ കേസും നമ്മൾ ഇതിൽ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡിപ്രിസിയേഷനും മാത്രമേ തന്നിട്ടുള്ളൂ. അതെപ്പം വാങ്ങി എപ്പം വിറ്റു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 4 ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്. അതായത് ഓരോ കേസിലും, അതായത് ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഞാൻ വായിക്കാം. ഇഫ് ഡേറ്റ് ഓഫ് പർച്ചേസ് ഈസ് 1 April 2016 ആൻഡ് ഡേറ്റ് ഓഫ് സെയിൽ ഈസ് 31 March 2019. ഒന്നാമത്തെ കേസിൽ പറഞ്ഞത് വാങ്ങിയത് 1 April 2016 2016 April 1 വാങ്ങിയിട്ട് വിറ്റത് 31 March 2019. അപ്പോൾ ഒരു മെഷീൻ വാങ്ങി 2016 April 1 എന്നിട്ടത് വിറ്റത് 31 March 2019. അങ്ങനെയുള്ള കേസിൽ, അതായത് ഈ മെഷീനറിയുടെ കാര്യമാണ് പറയുന്നത്. ഈ മെഷീനറി 1 April 2016 വാങ്ങിയിട്ട് 31 March 2019 വിറ്റതാണെങ്കിൽ അതിന് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 4 ഓൾട്ടർനേറ്റീവ് തന്നിട്ടുണ്ട്. നമ്മൾ ഇത് പ്രകാരം ചെയ്യണം, സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് പ്രകാരം ചെയ്യണം, തേർഡ് പ്രകാരം ചെയ്യണം, ഫോർത്ത് പ്രകാരം ചെയ്യണം. സെക്കൻഡിൽ എന്താ പറഞ്ഞത്? ഇഫ് ഡേറ്റ് ഓഫ് പർച്ചേസ് ഇസ് 1 April 2017. ഇതേ മെഷീനറി 2017 വാങ്ങി എന്നിട്ട് വിറ്റതോ 30th September 2019. 30 September 2019 അത് വിറ്റു. അപ്പോൾ ഇങ്ങനെ ഓരോരോ കേസിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. തേർഡ്, if the date of purchase is 1 July 2016 and date of sale is 31 March 2019. 1 July 2016 വാങ്ങി 31 March 2019 വിറ്റു. If the date of purchase is 1 July 2017 and date of sale is 30th September 2019. വാങ്ങിയത് 1 July 2017, സെയിൽ ചെയ്തത് 30 September 2019. ഇങ്ങനെ 4 ഓൾട്ടർനേറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കേസിലും ഈ മെഷീനറിൻ്റെ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും?
അപ്പോൾ ഇങ്ങനെ 4 തരത്തിൽ ക്വസ്റ്റ്യൻ വരാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മളതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5,50,000 വാങ്ങി 50,000 റിപ്പയറും ചിലവാക്കി. രണ്ടും കൂടി കൂട്ടിയിട്ട് കോസ്റ്റ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഒറിജിനൽ കോസ്റ്റ് 5,50,000 പ്ലസ് 50,000 6 lakh. ഇതാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ. ദെൻ ഏത് മെത്തേഡാ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സെല്ലിംഗ് പ്രൈസ് 4,40,000 തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് 4,40,000. ഡിപ്രിസിയേഷൻ 10%. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആദ്യം ചെയ്യാം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് 1 April 2016 ആണ് അല്ലേ? 1 April 2016 ഡേറ്റ് ഓഫ് പർച്ചേസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഒറിജിനൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? എല്ലാ കേസിലും ഒറിജിനൽ കോസ്റ്റ് 6 lakhs ആണ്. ഒറിജിനൽ കോസ്റ്റ് 6 lakh. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ, അത് വിൽക്കുന്ന സമയം വരെയുള്ള ഡിപ്രിസിയേഷൻ എടുത്തിട്ട് മൈനസ് ചെയ്യണം. വിൽക്കുന്ന സമയം എപ്പോഴാണ്? ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിൽ ഡേറ്റ് ഓഫ് സെയിൽ ഈസ് 30th March 2019. 2019 മാർച്ച് 31 ഇത് വിൽക്കുന്നത്. അപ്പോൾ 1 April 2016 മുതൽ 31 March 17 വരെ 1 വർഷം, പിന്നെ 18 വരെ 2 വർഷം, 19 വരെ 3 വർഷം. അപ്പോൾ 3 വർഷത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. 3 വർഷത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും 2017, 18, 19. അതായത് 31 March 2017, 31 March 2018, 31 March 2019. ഈ 3 വർഷത്തെ ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും? ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും സെയിം ആയിരിക്കും. അതായത് എത്രയായിരിക്കും ഡിപ്രിസിയേഷൻ വരിക? ഈ 6 lakhsന്റെ മേലെ 10% ആണ് ഡിപ്രിസിയേഷൻ വരിക. 6 lakhs into 10/100 എത്ര വരും? 60,000. അപ്പോൾ ഓരോ വർഷവും ഡിപ്രിസിയേഷൻ 60,000 ആണ്. അപ്പോൾ ഈ വർഷം 60,000 ഉണ്ടായിരിക്കും, ഈ വർഷവും 60,000 ഉണ്ടായിരിക്കും, ഈ വർഷവും 60,000 ഉണ്ടായിരിക്കും. അപ്പം 3 വർഷം സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആയതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. 3ഉം കൂടി ഒരുമിച്ച് മൈനസ് ചെയ്താൽ മതി. നിങ്ങൾ ലെഡ്ജർ ചെയ്യുകയാണെങ്കിൽ 3ഉം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഇതിപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് 3ഉം ഒരുമിച്ച് ചെയ്താൽ മതി. 1,08,000. 1,08,000 ആകുമ്പോൾ എത്ര മൈനസ് ചെയ്താൽ കിട്ടുക? 4,20,000. 4,20,000 ആണ് ഇതിൻ്റെ ബുക്ക് വാല്യൂ. ഈ ബുക്ക് അതായത് വിൽക്കുന്ന സമയത്തുള്ള ബുക്ക് വാല്യൂ 4,20,000 ആണ്. ഈ 4,20,000-ൻ്റെത് 20,000 ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് വിറ്റത് 4,40,000-നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം വിറ്റ് സെല്ലിംഗ് പ്രൈസ് കൂടുതലും ബുക്ക് വാല്യൂ കുറവും ആകുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ബുക്ക് വാല്യൂ ഓഫ് മെഷീൻ 4,20,000 കിട്ടി. അതായത് ഒറിജിനൽ കോസ്റ്റ് നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു. 3 വർഷത്തെ ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ചെയ്തു. അതായത് 60,000 ആണ് ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പോൾ 3 വർഷമാകത്തുകൊണ്ട് 60,000 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1,80,000 ആക്കി. എന്നിട്ട് മൈനസ് ചെയ്യുമ്പോൾ 4,20,000 ആണ് ബുക്ക് വാല്യൂ കിട്ടിയത്. സെല്ലിംഗ് പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട് 4,40,000. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ബുക്ക് വാല്യൂ മൈനസ് ചെയ്താൽ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂടുതലും ബുക്ക് വാല്യൂ കുറവുമാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും.
അപ്പോൾ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് സെല്ലിംഗ് പ്രൈസ് ലെസ് ബുക്ക് വാല്യൂ. സെല്ലിംഗ് പ്രൈസ് 4,40,000, ബുക്ക് വാല്യൂ 4,20,000 മൈനസ് ചെയ്താൽ 20,000 കിട്ടും. അപ്പോൾ 20,000 ആണ് പ്രോഫിറ്റ്. ഈ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിലെ പ്രോഫിറ്റ് 20,000. ഇനി നമുക്ക് സെക്കൻഡ് ഓൾട്ടർനേറ്റീവാണ് നോക്കേണ്ടത്. സെക്കൻഡ് ഓൾട്ടർനേറ്റീവിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് ഈസ് 1st April 2017, 2017 April 1st. ഡേറ്റ് ഓഫ് സെയിൽ ഈസ് 30th September 2019. 2019 സെപ്റ്റംബറിലാണ് വെക്കുന്നത്. അക്കൗണ്ടിങ് അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡിലല്ല വെക്കുന്നത്, അതിൻ്റെ മിഡിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 17ലാണ് വാങ്ങിയത്, 1st April. ഇതേ മെഷീനാണ്. ഈ മെഷീന് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് വെച്ചെന്നേ ഉള്ളൂ. ഡിഫറെൻറ്റ് കേസിൽ എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 1st April 2017 ആണ് ഇവിടെ എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പം ഒറിജിനൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് 6 lakhs. ഒറിജിനൽ കോസ്റ്റ് 6 lakh ആണ്. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താലാണ് ബുക്ക് വാല്യൂ കിട്ടുക. ലെസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എത്ര വരും? 1st April 17 മുതൽ 18 വരെ, അതായത് 31st March 2018 വരെ ഡിപ്രിസിയേഷൻ 60,000 ആയിരിക്കും. പിന്നെ 18 മുതൽ ഇത് 19ലാണ് വെക്കുന്നത്. 17 വാങ്ങി 31st March 18 വരെ 60,000 ഡിപ്രിസിയേഷൻ. ദെൻ 18 മുതൽ 19 വരെയാണ് നോക്കേണ്ടത്. 18 മുതൽ 31st March 19 വരെ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ 60,000 തന്നെ. പക്ഷേ പിന്നെ 31st March 2020 ആക്കാൻ നിൽക്കുന്നില്ല. 30th September 2019 ഇത് വിൽക്കുന്നുണ്ട്. അപ്പോൾ 30th September എന്ന് പറയുമ്പോൾ 9th month 2019. ഈ മാസം ഇതിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം മാർച്ചിലാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പം മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം. 2019 കഴിഞ്ഞിട്ട് പിന്നെ മാർച്ച് 2019 കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം മാത്രമേ ആ മെഷീനറി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 6 മാസത്തെ മെഷീനറി ഒരു ഡിപ്രിസിയേഷൻ മാത്രമേ നമുക്കിവിടെ എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഡിപ്രിസിയേഷൻ 6 മാസമാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു വർഷത്തതാണ്. ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ തന്നിട്ട് 6 മാസത്തെ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ 6/12 ചെയ്യാം. അതായത് ഇങ്ങനെ ചെയ്താൽ മതി. ഒന്നുകിൽ അതിന് ഹാഫ് ആക്കിയാലും മതി. 6 lakh into 10/100 into 6/12 ഇട്ടാൽ മതി. അപ്പം കിട്ടുക 30,000 ആയിരിക്കും. അതായത് ഇതിൻ്റെ നേർ പകുതി അങ്ങനെയാണ് വരും. 6 മാസം. ഇത് ഒരു വർഷത്താണ് 60,000. അപ്പോൾ 6 മാസത്തത് 30,000. അപ്പോൾ ഈ 3 ഡിപ്രിസിയേഷൻ കൂടി ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 1,50,000 വരിക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4,50,000. ബുക്ക് വാല്യൂ 4,50,000. ബുക്ക് വാല്യൂ 4,50,000 ആണ് കിട്ടിയത്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 4,40,000. അപ്പം ബുക്ക് വാല്യൂ ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ കൂടുതൽ? ബുക്ക് വാല്യൂ ആണ് കൂടുതൽ. ബുക്ക് വാല്യൂൻ്റെ അത്ര നമുക്ക് സെയിൽ ചെയ്തപ്പം പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ അത് ലോസ് ആയിരിക്കും. അങ്ങനെ വരുമ്പം ഈ ബുക്ക് വാല്യൂ ഒന്ന് സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്യാം. 4,40,000. അപ്പോൾ 10,000 ലോസ് ആയിരിക്കും. ഓക്കെ, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബുക്ക് വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അവിടെ പ്രോഫിറ്റും, ബുക്ക് വാല്യൂവിനെക്കാട്ടിയും കുറവാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അവിടെ ലോസും ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തേർഡിലേക്ക് നോക്കാം. തേർഡിൻ്റെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ഇസ് 1st July, ജൂലൈയിലാണ് ഇത് വാങ്ങുന്നത്, ഏപ്രിലല്ല. ഇത് രണ്ടും ഏപ്രിലാണ് വാങ്ങിയത്, ഇത് 1st Julyയിലാണ് വാങ്ങിയത്. അതിൻ്റെ ഡേറ്റ് ഓഫ് സെയിൽ ഈസ് 31st March. അപ്പോൾ ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ ഫുള്ളായിട്ട് വരുന്നില്ല. അപ്പോൾ തേർഡ് ഓൾട്ടർനേറ്റീവായി ചെയ്യുന്നത്, അപ്പോൾ അതിൽ ഒറിജിനൽ കോസ്റ്റ് 6 lakhs ഇട്ട് കൊടുക്കുക.
അതിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 1 ഏപ്രിലിൽ വരുന്നില്ല, 1 ജൂലൈയിലേ വരുന്നുള്ളൂ. 1 ജൂലൈ മുതൽ 31 മാർച്ച് വരെ, ജൂലൈ 16 ഇത് വന്നത് 2016. ഇപ്പോൾ 2017 വരെയുള്ളത് 31 മാർച്ച്, ലെസ് ഡിപ്രീസിയേഷൻ ഇട്ട് കൊടുക്കുക. ലെസ് ഡിപ്രീസിയേഷൻ നമ്മൾ ഏതൊക്കെ വേണം? ആദ്യം 31 മാർച്ച് 2017 വരെയുള്ളത് വേണം. 17 വരെയുള്ള ഡിപ്രീസിയേഷൻ എത്ര വരും? ജൂലൈ മുതൽ, 1 ജൂലൈ ആയതുകൊണ്ട് ജൂലൈ ഇൻക്ലൂഡ് ചെയ്യണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മാസം. അതായത് 31 മാർച്ച് 2017 ആകുമ്പോഴേക്കും ഈ മെഷീനറി വാങ്ങിയിട്ട് 9 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 9 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. 9 മാസത്തെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 6 lakhs ആണ്. ഈ 6 lakhsനോടുകൂടി 10% ഡിപ്രീസിയേഷൻ ആണ്. 10% ഇൻറ്റു 9 മാസം ആകുമ്പോൾ 9/12. ഈ 12 എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലുള്ള 12 months. ഈ ഒരു വർഷത്തിലുള്ള 12 മാസം, നമുക്ക് വേണ്ടുന്നത് 9 മാസം. അങ്ങനെയാണ് 9/12 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 lakhs ഇൻറ്റു 10/100 ഇൻറ്റു 9/12 ആണ് 9 മാസത്തെ ഡിപ്രീസിയേഷൻ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ 60,000 ആണ്. അപ്പോൾ 9 മാസത്തത് 45,000. ഓക്കെ, 45,000. അപ്പോൾ 31 മാർച്ച് 2017 വരെ ആയി. നെക്സ്റ്റ് 31 മാർച്ച് 2018 വരെ. അതായത് ഇതിപ്പോൾ ഇനി 31 മാർച്ച് 2017 മുതൽ 31 മാർച്ച് 2018 വരെ ആകുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 60,000. ദെൻ 2019, 31 മാർച്ച് 2019, കാരണം ഈ മെഷീനറി സെയിൽ ചെയ്യുന്നത് 31 മാർച്ച് 2019 അപ്പം ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 60,000. അപ്പോൾ ഈ 3 ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ 1,65,000. ഇതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷനിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4,35,000. 4,35,000 ആണ് ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്. അപ്പോൾ ഈ ബുക്ക് വാല്യൂവും സെല്ലിംഗ് പ്രൈസും കമ്പയർ ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 4,40,000 നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസാണ് കൂടുതൽ, ബുക്ക് വാല്യൂ കുറവാണ്. സെല്ലിംഗ് പ്രൈസ് കൂടുതലും ബുക്ക് വാല്യൂ കുറവാകുമ്പം പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് 4,40,000 ലെസ് ബുക്ക് വാല്യൂ. $4,35,000. എത്ര കിട്ടും? 5,000. അതായിരിക്കും പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ കിട്ടും. ബുക്ക് വാല്യൂവും സെല്ലിംഗ് പ്രൈസും കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിസൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, 4th ഓൾട്ടർനേറ്റീവ്. ഇഫ് ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ഇസ് 1 ജൂലൈ 2017. ഇവിടെയും 1 ജൂലൈയിലാണ് വാങ്ങിയത്. ഡേറ്റ് ഓഫ് സെയിൽ ഈസ് 30th സെപ്റ്റംബർ 2019. ഇവിടെയും ജൂലൈയിൽ വാങ്ങിക്കഴിഞ്ഞാൽ 9 മാസത്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് ആദ്യം എഴുതുക 6 lakhs. ലെസ് ഡിപ്രീസിയേഷൻ നമ്മൾ ലെഡ്ജറിൽ ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷത്തും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഇതിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായി ചെയ്തത് കൊണ്ടാണ് ഒരുമിച്ച് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ എത്ര വരെയുള്ളത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1 ജൂലൈ മുതൽ 31 മാർച്ച് 2018 വരെയുള്ളത്. 31 മാർച്ച് 2018 വരെ എത്ര വരും? 9 മാസത്തെ ഡിപ്രീസിയേഷൻ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 9 മാസത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 45,000. ദെൻ 31 മാർച്ച് 2019 വരെയുള്ള ഡിപ്രീസിയേഷൻ, അത് ഒരു വർഷം കിട്ടും. 18 കഴിഞ്ഞപ്പോൾ 19 ആണല്ലോ. അപ്പോൾ 19 വരെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 60,000 ആണ് കിട്ടുന്നത്.
പിന്നെ അതിനുശേഷം ഇത് വിൽക്കുന്നത് എപ്പോൾ 30th സെപ്റ്റംബർ 2019. ഇത് 31st മാർച്ച് വരെയുള്ളത്. നെക്സ്റ്റ് 30th സെപ്റ്റംബർ 2019. അപ്പം 30/9 വരെയുള്ള ഡിപ്രിസിയേഷനാണ് നമ്മൾ എടുക്കേണ്ടതിന്. അതായത് 31st മാർച്ച് 2019 മുതൽ 30th സെപ്റ്റംബർ 2019 വരെ എത്ര വരും? മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്. ഇവിടെ 31st മാർച്ച് എടുത്തത് കൊണ്ട് ഏപ്രിൽ മുതൽ തുടങ്ങിയാൽ മതി. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം. അപ്പോൾ ഇവിടെ 6 മാസത്തെ ഡിപ്രിസിയേഷന് എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. 6 മാസത്തെ ഉപയോഗത്തിന് ശേഷം മെഷീനറി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ 60,000 ആണ്. അപ്പോൾ 6 മാസത്തത് നേർപകുതി 30,000. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് 6 മാസത്തെ ഡിപ്രിസിയേഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയായിരിക്കും? 1,35,000. ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ബുക്ക് വാല്യൂ. $4,65,000 അതാണ് ബുക്ക് വാല്യൂ. സെല്ലിംഗ് പ്രൈസ് കിട്ടിയത് 4,40,000. അപ്പോൾ ബുക്ക് വാല്യൂ കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവാണ്. അപ്പോൾ ഇവിടെ ലോസ് ആയിരിക്കും. കാരണം ബുക്ക് വാല്യൂ ആണ് കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിലാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ലോസ് കാണാൻ വേണ്ടിയിട്ട് ബുക്ക് വാല്യൂ 4,65,000 മൈനസ് സെല്ലിംഗ് പ്രൈസ് 4,40,000. 25,000 ലോസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി കണ്ടുപിടിക്കുക. നമ്മൾ ബുക്ക് വാല്യൂ കാണുക, ബുക്ക് വാല്യൂ സെല്ലിംഗ് പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.